ജയിച്ചടാ ജയിച്ചടാ ഇന്ത്യ ജയിച്ചടാ. തുടർച്ചയായ രണ്ടാമത്തെ ICC ടൂർണമെന്റിലും ഇന്ത്യ തന്നെ ജയിച്ചടാ. തുടർച്ചയായ രണ്ടാമത്തെ ICC ടൂർണമെന്റിലും ഒരു കളി പോലും തോൽക്കാതെ അജയനായി ജയിച്ചടാ. വെരി ഗുഡ്. ലാസ്റ്റ് ടൈം T20 വേൾഡ് കപ്പ്, അതിനുശേഷം വന്ന ICC ഏത് ചാമ്പ്യൻസ് ട്രോഫി നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യ ഏകപക്ഷീയമായി ജയിച്ചടാ. രോഹിത് ശർമ്മയുടെ തൊപ്പിയിൽ വീണ്ടും ഒരു പൊന്തൂവൽ കൂടി. വെരി ഗുഡ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ. നമ്മുടെ ഹിറ്റ്മാൻ, നമ്മുടെ മാഡൻ രോഹിത് മുന്നിൽ നിന്ന് നയിച്ചു കൊടുത്തു. അടി പട്ടക്ക് പട്ടക്ക് പട്ടക്കനെ അടി. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ രീതിയിലായിരുന്നു ഇന്നത്തെ കളി. വെരി ഗുഡ് വെരി ഗുഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷം എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് നമുക്ക് കൊട്ടാൻ പുറമെ നമുക്ക് ഫൈനലിൽ ജയിച്ചിട്ട് കൊട്ടിയില്ലെങ്കിൽ പിന്നെ എന്തല്ലേ, തുടങ്ങാൻ കൊട്ട്. അങ്ങനെ കുറെ എണ്ണം കമന്റ് ബോക്സിൽ ഇന്നലെ വന്ന് കണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാടേ. അതൊക്കെ ഡിലീറ്റ് കിടക്കട്ടെ, ഡിലീറ്റ് ചെയ്ത് കളയത്. കുറെ എണ്ണം വന്ന് ന്യൂസിലൻഡ് ജയിക്കും, ഇന്ത്യ തോക്കും എന്ന് പറഞ്ഞ് കുറെ എണ്ണം വന്ന് ഒഴുകിയിട്ട് പോയി. അവിടെയൊക്കെ ഉണ്ടാടേ അവിടെ. ഇനി എനിക്ക് കമന്റ് ബോക്സ് എടുത്ത് നോക്കണം. കഴിഞ്ഞ വീഡിയോയില് ഈ പറയുന്ന കുറെ എണ്ണം ഇന്ത്യ തോക്കും ന്യൂസിലൻഡ് ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ ജീവിച്ചു കിടക്കുന്നത്? സ്വന്തം നാട്ടിൽ കിടന്നിട്ട് കളി തുടങ്ങുന്ന മുമ്പ് ഇന്ത്യ തോക്കും എന്ന് പറയാൻ നിനക്കൊക്കെ എങ്ങനെയാണ് ഇത് തോന്നുന്നത്? എനിക്കത് മനസ്സിലായി എങ്ങനെയാണ് നിനക്കൊക്കെ തോന്നുന്നത്? അപ്പൊ എന്തായാലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ഈ പറയുന്ന ന്യൂസിലൻഡിനെ കിരികളെ നിലംപരിശാക്കിക്കൊണ്ടാണ് ഇന്ത്യ ജയിച്ചത്. ഏകപക്ഷീയമായിട്ട് ഇന്ത്യ ജയിച്ചു എന്നതിനെ പറയാം. അതായത് ഈ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ ഏകപക്ഷീയമായിട്ട് തന്നെയാണ് ജയിച്ചത്. ഈ കളിയും ഏകപക്ഷീയമായിട്ട് തന്നെ ജയിച്ചത്. പിന്നെ ഫൈനൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോലും ഈ പറയുന്ന ന്യൂസിലൻഡിന് ഒരു മേൽക്കോയ്മ ഇല്ലായിരുന്നു. അവസാനമായപ്പോ 40 ബോളിൽ 38 അങ്ങനെ തന്നെയാണ്. അതൊന്നും ഒരു ഇതല്ല. 5 വിക്കറ്റും 6 വിക്കറ്റും കിടക്കുമായിട്ട് നമുക്ക് ഫൈനൽ ആയതുകൊണ്ട് ഒരു വിക്കറ്റ് പോകുമ്പോഴൊക്കെ ഞാനും ഇവിടെ കിടന്ന് നെഞ്ചിടിച്ചു. എന്റെ കർത്താവ്, അവനൊക്കെ എന്തുണ്ടായി അടിച്ചത് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സമയത്ത് പോലും തോൽവി ഒരു ഘട്ടത്തിലും കണ്ടില്ല എന്നുള്ളതാണ്. എല്ലാ സമയത്തും ഇന്ത്യ ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യ നടന്നത്. അപ്പോ നമുക്കിനി സ്കോർ കാർഡ് നോക്കാം. ന്യൂസിലൻഡിനാണ് ടോസ് കിട്ടിയത്. അവരങ്ങ് ബാറ്റിംഗ് തരണം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇതില് സെക്കൻഡ് ബാറ്റിംഗ് ഇത്തിരി കടുപ്പമാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യ കിട്ടി ഒരു 270 റൺസ് അടിച്ചിരുന്ന സെക്കൻഡിൽ അടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. എന്തായാലും ന്യൂസിലൻഡിന്റെ 251 റൺസിന് ഇന്ത്യ എറിഞ്ഞൊതുക്കി. 7 വിക്കറ്റ് നഷ്ടത്തിൽ എറിഞ്ഞൊതുക്കി എന്നുള്ളതാണ്. അപ്പോ അവിടെ കളിച്ചതാവുന്ന ഡാനിയൽ മിച്ചൽ സത്യം പറഞ്ഞാൽ കൊട്ടി അവന്റെ കരിയറിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണെന്നാണ് തോന്നുന്നത്. 101 ബോളിൽ 63 റൺസ് അടിച്ചു. പിന്നെ ആരാണ് അവരുടെ ഓപ്പണിംഗ് വന്നിട്ട് രച്ചിൻ രവീന്ദ്ര 37 റൺസ് അടിച്ചു. 2 ക്യാച്ചുകൾ. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് ഈ വട്ടം ഫൈനലിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് വളരെ മോശമായിരുന്നു. 2-3 ക്യാച്ചുകൾ പോയി. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവന്റെ കയ്യിൽ നിന്ന് പോയത് ആരുടെ കയ്യിൽ നിന്ന്, നമ്മുടെ അക്ഷർ പട്ടേലിന്റെ കയ്യിൽ നിന്നല്ല ആ കേച്ച് പോയത്. അക്ഷർ പട്ടേലിന്റെ കയ്യിൽ നിന്ന് പോയ കേച്ച് എടുക്കേണ്ടതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും റൺസ് കയറത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ അതുപോലെ തന്നെ ന്യൂസിലൻഡ് 1-2 ക്യാച്ചുകൾ വിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ പിന്നീട് നമുക്ക് അതിനു മുമ്പ് നമുക്ക് പറയാനുള്ള ഇന്ത്യയുടെ നമുക്ക് ബാറ്റിംഗ് പറയാം. ഇന്ത്യ പിന്നീട് 251 റൺസ് ആരടിച്ച് ന്യൂസിലൻഡ് അടിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങി. ആരൊക്കെ നമ്മുടെ രോഹിത് ശർമ്മയും ശുഭം ഗില്ലും ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. രോഹിത് ശർമ്മ പടേനെ അങ്ങ് തുടങ്ങി. രോഹിത് ശർമ്മയുടെ കത്തിയ എല്ലാ ഫൈനലുകളിലും ICC ടൂർണമെന്റ് ഫൈനലുകളാണെങ്കിൽ ഫൈനലുകളിൽ രോഹിത് ശർമ്മ ചരിത്രം വളരെ കുറവാണ്. പക്ഷെ ഇത് തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിജയത്തിൽ നെടുന്തൂണായത് ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഹിറ്റ്മാൻ തന്നെയായിരുന്നു. 83 ബോളുകൾ നേരിട്ടുകൊണ്ട് 76 റൺസാണ് ഈ പറയുന്ന രോഹിത് ശർമ്മ ഹിറ്റ്മാൻ അടിച്ചത്. ശുഭം ഗില്ല് 31 റൺസും അവരുടെ പാർട്ണർഷിപ്പ് സത്യം പറഞ്ഞാൽ 105 റൺസിൽ നോ വിക്കറ്റ് ആയിരുന്നു. ഇന്ത്യ പുഷ്പം പോലെ ഒരു പാട്ടൊക്കെ പാടി ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഒരു 40 ഓവറിനകത്ത് വെച്ച്. പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ വിക്കറ്റ് പോക്ക് തുടങ്ങിയത്. ആദ്യം എന്ത് ചെയ്തു, ശുഭം ഗില്ല് ഔട്ടായി. ശുഭം ഗില്ലിന്റെ ക്യാച്ചർ ഇവൻ ഈ പറയുന്നില്ല ഗ്ലെൻ ഫിലിപ്സ്, അവന്റെ കയ്യിൽ വല്ല ഈ പറയുന്ന ഫെവിക്കോളോ എല്ലാം മറ്റും ഒട്ടിച്ചിരിക്കുന്നത്. ഒറ്റ കയ്യിലെടുക്കാൻ ഭയങ്കര വിരുദ്ധനാണ്. ഇപ്പൊ ഈ ടൂർണമെന്റിൽ തന്നെ 3ാമത്തെ കിറ്റിലും ക്യാച്ചാണ് ഒറ്റ കൈ കൊണ്ട് അവൻ എടുക്കുന്നത്. അന്ന് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ക്യാച്ചും ഇപ്പോ നമ്മുടെ ഗില്ലിന്റെ കേച്ചും രണ്ടും സൂപ്പർ കേച്ചായിരുന്നു. ഗില്ല് പോയ ഉടനെ തൊട്ടടുത്ത് വന്ന വിരാട് കോഹ്ലി ആയിരുന്നു. വിരാട് കോഹ്ലി 1 റൺസ് മാത്രമേ
നമ്മുടെ ചേസ് മാസ്റ്റർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഫൈനലുകളിലെല്ലാം വിരാട് കോഹ്ലി നന്നായിട്ട് കളിക്കുന്നതാണ്. പക്ഷെ ഈ തവണ വിരാട് കോഹ്ലിക്ക് പിന്നെ ഫോം ആവാൻ പറ്റും. അതായത് ഗില്ല് പോയ ഉടനെ തന്നെ വിരാട് കോഹ്ലി വെറും 2 ബോളുകൾ നേരിട്ടുകൊണ്ട് വിരാട് കോഹ്ലി ഔട്ടായി എന്നുള്ളതാണ്. പിന്നെ ശ്രേയസ് അയ്യറിന്റെ കേസ് പറയാം. ശ്രേയസ് അയ്യർ എന്ത് ചെയ്തു? 48 റൺസ് അടിച്ചു, 62. ശ്രേയസ് അയ്യർ അല്ല, ഈ ടൂർണമെന്റിൽ ഉടനീളം ശ്രേയസ് അയ്യർ കിടിലം ഫോമായിരുന്നു. ഈ കളിയിലും കിടിലം ഫോമായിട്ട് കളിച്ചു, ഒരു ചാൻസും കാര്യങ്ങളും കിട്ടി. പക്ഷെ ഇന്ത്യ വിജയം ഏതാണ്ട് നല്ല രീതിയിൽ ഒരു സ്കോർ എത്തിച്ചതിന് ശേഷമാണ് ശ്രേയസ് അയ്യർ ഔട്ടായത്. ശ്രേയസ് അയ്യറിന്റെ കേച്ചും കിടിലം കേച്ച് തന്നെ ആയിരുന്നു. ഇതിന്റെ ഇടയിൽ വിരാട് കോഹ്ലി പോയതിനോടനെ എന്ത് ചെയ്തു? നമ്മുടെ രോഹിത് ശർമ്മയും എന്ത് ചെയ്തു? ബീസ് വിട്ടിറങ്ങി 6 അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്യുക, രച്ചിൻ രവീന്ദ്രയ്ക്ക് വിക്കറ്റ് കൊടുത്തു. 3 6കളും 7 4 അടിച്ചിട്ടുണ്ട് ഈ പറയുന്ന രോഹിത് ശർമ്മ. പക്ഷെ രോഹിത് ശർമ്മ ഭയങ്കര വിഷമമായി കേട്ടോ. കുറെ നേരമൊക്കെ ക്രീസിൽ നിന്ന് കറങ്ങിയിട്ടൊക്കെയാണ് പോയത്. ശരി പോട്ടെ. അതിനുശേഷം അക്സർ പട്ടേൽ വന്നു. അക്സർ പട്ടേൽ ഈ ടൂർണമെന്റിൽ ഉടനീളം അക്സർ പട്ടേൽ അവന്റെ സംഭാവന, ഒരു വാല്യുബിൾ ആയിട്ടുള്ള, വളരെ ക്രൂഷ്യലായിട്ടുള്ള സംഭാവന അക്സർ പട്ടേൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും കൊടുത്തു. പക്ഷെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ഈ അക്സർ പട്ടേൽ ഔട്ടായി എന്നുള്ളതാണ്. അനാവശ്യമായ ഷോട്ടായിരുന്നു ശ്രമിച്ച് അക്സർ പട്ടേൽ ഔട്ടായി. ആ സമയത്ത് ഇന്ത്യ ഒന്ന് നെഞ്ചിടിച്ചതാണ്. ആ ഷോട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 30 റൺസ് മതിയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം രാഹുൽ, നമ്മുടെ രാഹുൽ എണ്ണം വന്ന് നോട്ട് ഔട്ട് ആയിട്ട് നിന്ന് 34 ബോളുകൾ നേരിട്ടുകൊണ്ട് 33 ബോളുകൾ നേരിട്ടുകൊണ്ട് 34 റൺസ് അടിച്ചു. മനസ്സിലായോ? ഒരു 4ഉം ഒരു 6 ഒക്കെ അടിച്ചുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു? കഴിഞ്ഞ കളി പോലെ എന്ത് ചെയ്തു? നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. ഹാർദിക് പാണ്ഡ്യ വന്ന് ആദ്യം കൊട്ടി, ടെസ്റ്റ് കളിക്കുമ്പോൾ 2-3 കൊട്ടി ഇരുത്തിയിട്ട്, പക്ഷെ ഒരു കിടിലം ഒരു 6 അടിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും അവരുടെ പ്രതീക്ഷകളൊക്കെ തുലച്ചത് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയുടെ അടിയാണ്. ഹാർദിക് പാണ്ഡ്യക്ക് അറിയാം സ്പിന്ന് വന്ന് 2 അടിക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് അവൻ നിന്നത്. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ഔട്ടും ഈ പറയുന്ന എന്താണ് പിന്നീട് ക്വിക്ലി വന്ന, പെട്ടെന്ന് കയറി വന്ന ഒരു ബൗൺസ് ആയിരുന്നു. അതിൽ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പോയപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തിനാ നീക്ക് അടിക്കാൻ പോയത്? സിംഗിൾ എടുത്തുകൂടെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. അതിനുശേഷം നമ്മുടെ രവീന്ദ്ര ജഡേജ വന്നു. 6 ബോളുകൾ നേരിട്ടുകൊണ്ട് ലാസ്റ്റ് 4 അടിച്ചത് രവീന്ദ്രയായിരുന്നു. ഇന്നൊക്കെ കളി കണ്ട രവീന്ദ്ര, പിന്നെ നമ്മുടെ ജഡേജയുടെ കളിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നീട് ഈ കോഹ്ലിയും രോഹിത് ശർമ്മയായിട്ട് സ്റ്റംപ് വെച്ചുള്ള ഒരു വാൾപേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വേണ്ടിയിട്ട് വെറും ടൂർണമെന്റ് അല്ല, ഇത് ICC ടൂർണമെന്റ് ആണ്. മനസ്സിലായോ? അതാണ് ഇന്ത്യ നേടിയത് തുടർച്ചയായിട്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇന്ത്യ 49ാമത്തെ ഓവർ പൂർത്തിയായപ്പോൾ തന്നെ ഇന്ത്യ കളി ജയിച്ചു. ഇനി നമുക്ക് ന്യൂസിലാൻഡിന്റെ സ്കോറിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് പിന്നെ യങ് 15 റൺസ് അടിച്ചു, രവീന്ദ്ര 37 റൺസ് അടിച്ച്, കെയ്ൻ വില്യംസൺ 11. കെയ്ൻ വില്യംസനും സാറ്റർനെയും നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ടതായിട്ടുണ്ടെന്ന്. സാറ്റർനായിട്ട് വിക്കറ്റ് ഒക്കെ എടുത്തു. പക്ഷെ കെയ്ൻ വില്യംസൺ എന്തായാലും കുൽദീപ് യാദവിന്റെ പിന്നെ ബൗളിംഗിൽ എന്ത് ചെയ്തു? 11 റൺസ് അടിച്ച് റിട്ടേൺ കേച്ച് കൊടുത്തു പോയി എന്നുള്ളതാണ്. ഡാനിയൽ മിച്ചൽ 63 അടിച്ചു. ലാദനൊക്കെ വന്നിട്ട് അപ്പൊ തന്നെ പോയി. ഗ്രാൻഡ് ഫിലിപ്പ് 34 റൺസ് അടിച്ചു. അതുപോലെ തന്നെ ബ്രേസ്വെൽ അവസാനം വന്ന ഈ ബ്രേസ്വെല്ലാണ് എന്ത് ചെയ്തു? 53 റൺസ്. അല്ലെങ്കിൽ ഇത്രയും റൺസ് ഒന്നും വരില്ല, അവർ 230 ഒതുങ്ങുമായിരുന്നു. അത് ബ്രേസ്വെൽ എനിക്ക് 2 വിക്കറ്റും എടുത്തുന്നുണ്ട്. 2 വിക്കറ്റും എടുത്തു. പിന്നെ 53 റൺസ് കൊടുത്തു. അവനാണോ മാൻ ഓഫ് ദി മാച്ച് എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ല അത്. ഷാറ്റ്നർ 8. ഇനി ഇന്ത്യയുടെ വിക്കറ്റിൽ ഷമി ഈ വട്ടവും ഈ പറഞ്ഞതുപോലെ ഒരു പിന്നീട് ഒരു റിട്ടേൺ കേച്ച് കളഞ്ഞിട്ടുണ്ട്. പൊട്ടന്റെ കൈയൊക്കെ പിന്നെ മുറിയൊക്കെ ചെയ്തു. ഓക്കെ, ഷമിയെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. 74 റൺസ് അടിച്ചിട്ടുണ്ട്. 9 ഓവർ മാത്രമേ 8.22 പിന്നെ എക്കണോമിയിൽ അടിച്ചിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് 3 ഓവറേ കൊടുത്തോളൂ. പിന്നെ നമ്മുടെ മാജിക് സ്പിന്നറായ നമ്മുടെ വരുൺ ചക്രവർത്തി എന്ത് ചെയ്തു? 10 ഓവർ എറിഞ്ഞ് 2 വിക്കറ്റും തള്ളിയിട്ട് 45. 2ാമത്തെ ഓവർ തന്നെ വരുൺ ചക്രവർത്തി വിക്കറ്റ് തള്ളിയിട്ടാണ് ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നത്. വരുൺ ചക്രവർത്തിയുടെ ഈ ടൂർണമെന്റിലെ സംഭാവന എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സംഭാവനയാണ് വരുൺ ചക്രവർത്തി പിന്നെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കുൽദീപ് യാദവിന്റെ ഫസ്റ്റ് ബോളിൽ തന്നെ പിന്നെ രച്ചിൻ രവീന്ദ്രയെ ബൗൾട്ടാക്കിക്കൊണ്ട് കുൽദീപ് യാദവ് വന്നത്. അത് നെക്സ്റ്റ് ഓവറിൽ ആരെയും ഔട്ടാക്കി? ഈ പറയുന്ന കെയ്ൻ വില്യംസനെ ഔട്ടാക്കി. അങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റുകൾ തള്ളിയിട്ട് ഇന്ത്യയുടെ പിന്നീട് വിജയത്തിൽ നിർണായക പങ്കുവച്ചു കുൽദീപ് യാദവ്. വെറും 4 റൺസ് ശരാശരിയിൽ 40 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. 10 ഓവർ എറിഞ്ഞു. അക്സർ പട്ടേൽ 8 ഓവർ എറിഞ്ഞ് 29 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അതേപോലെ തന്നെ ജഡേജയ്ക്കും 1 വിക്കറ്റ് ഉണ്ട്. 30 റൺസ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ജഡേജയും വിട്ടുകൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് ഹാപ്പിയാണ്. നമുക്കൊരു ഈ പറയുന്ന നമ്മുടെ മിനി വേൾഡ് കപ്പ് പോലെ തന്നെയാണ് ഇത്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം നിൽക്കുന്നത് ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഈ ICC ടൂർണമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഇത് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ICC ടൂർണമെന്റ് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ രോഹിത് ശർമ്മയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ 4 ICC ഫൈനലിലും കളിച്ചത്
ഈ പറയുന്ന രോഹിത് ശർമ്മയാണ്. അതില് രണ്ടെണ്ണത്തിലും തുടർച്ചയായ രണ്ടെണ്ണത്തിലും രോഹിത് ശർമ്മയ്ക്ക് എന്ത് ചെയ്തു, കപ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞു. രോഹിത് ശർമ്മയ്ക്ക് അതൊരിക്കലും ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും വീണ്ടും ഒരു കൊട്ടും കൂടി ഇന്ത്യ അങ്ങനെ വീണ്ടും ഇന്ത്യയുടെ കഴിവ് ലോകത്ത് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്രിക്കറ്റിൽ ഇന്ത്യയെ മറികടക്കാൻ ഈ ലോകത്ത് ആരും ഇല്ല, ഒരു ക്രിക്കറ്റ് ടീമും ഇല്ല. ഓടാ എന്നുവെച്ചാൽ ഏത് ICC ടൂർണമെന്റ് എന്നാലും ഒരു കളി പോലും തോക്കാതെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, കപ്പും കൊണ്ട് വീട്ടിൽ വരുന്നത്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.